So good morning girls. ഇന്ന് നമ്മൾ മസിൽ ഫിസിയോളജിയാണ് നോക്കാൻ പോകുന്നത്. മസിൽ ഫിസിയോളജിയുടെ ഇൻട്രൊഡക്ടറി ഭാഗം കഴിഞ്ഞ ദിവസം സെമിനാറായിട്ട് നിങ്ങൾ നോക്കിയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ഒരു മസിലിലെ കോൺട്രാക്ഷൻസ് നടക്കുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത്. അതിൽ സ്ട്രൈറ്റഡ് മസിലിൽ ആണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് മോർ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രൈറ്റഡ് മസിൽ ഫിസിയോളജി. അത് കാരണം അതിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആസ് ഡിസ്കസ്ഡ് ഇൻ യുവർ സെമിനാർ, സ്ട്രൈറ്റഡ് സ്കെലറ്റൽ മസിലിൽ എന്താണ് തിക്ക് ബാൻഡ് അഥവാ ഡാർക്ക് ബാൻഡും ലൈറ്റ് ബാൻഡും ഉണ്ട് അല്ലേ. എ ബാൻഡ് എന്ന് പറയുന്ന ഡാർക്ക് ബാൻഡ് കാണുന്നുണ്ട്, അതാണ് അനൈസോട്രോപിക് ബാൻഡ്. ഐ ബാൻഡ് എന്ന് പറയുന്ന ലൈറ്റ് ബാൻഡ് എന്ന്, ഇത് ഓൾട്ടർനേറ്റ് ചെയ്താണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബാൻഡ് കാണിച്ചിട്ടുണ്ട്, നടുക്ക് കാണിച്ചേക്കുന്ന എ ബാൻഡ് കാണിച്ചിട്ടുണ്ട്, ഐ ബാൻഡും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിരുന്നു. എ ബാൻഡ് എന്ന് പറഞ്ഞ ഡാർക്ക് ബാൻഡിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരു ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് എച്ച് സോൺ അഥവാ എച്ച് ബാൻഡ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. എച്ച് ബാൻഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എച്ച് ബാൻഡ് എവിടെയാണ്? എ ബാൻഡിൻ്റെ നടുവിലായിട്ട് കാണുന്ന ഒരു ലൈറ്റർ റീജിയൻ ആണ് എച്ച് ബാൻഡ് അഥവാ എച്ച് സോൺ എന്ന് പറയുന്ന. ഇതിൻ്റെ ഒത്ത നടുവിലായിട്ട് എച്ച് ബാൻഡിൻ്റെ മിഡിലായിട്ട് കാണുന്നതാണ് എം ലൈൻ. ചുരുക്കി പറഞ്ഞാൽ എ ബാൻഡിൻ്റെ സെൻറ്ററിലൂടെ മിഡ്വേ കാണുന്ന ലൈനാണ് എം ലൈൻ എന്ന് പറയുന്നത്. അതൊരു ഡാർക്ക് ലൈനാണ്. ഇതുപോലെ തന്നെ ഐ ബാൻഡ് എന്ന് പറഞ്ഞ ലൈറ്റ് ബാൻഡിൻ്റെ നടുവിലായിട്ട് ഒരു ഡാർക്ക് ലൈൻ ഉണ്ട്. ആ ഡാർക്ക് ലൈനെയാണ് സെഡ് ലൈൻ എന്ന് പറയുന്നത്. സെഡ് ലൈൻ ഐ ബാൻഡിൻ്റെ നടുവിലൂടെ ഓടുന്ന ഡാർക്ക് ലൈനാണ് സെഡ് ലൈൻ. എം ലൈൻ എന്തായിരുന്നു? എ ബാൻഡിൻ്റെ നടുവിലുള്ള മിഡിൽ റീജിയൻ എന്ന് പറയണത് എച്ച് ബാൻഡ് എന്നാണ്. എച്ച് ബാൻഡിൻ്റെ നടുവിലത്തെ ഡാർക്ക് ലൈനാണ് എം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ സെഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ വി ആർ കൺസിഡറിങ് മസിൽ ഫിസിയോളജി സംസാരിക്കുമ്പോൾ. ഈ സെഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, രണ്ട് സെഡ് ലൈൻസ് തമ്മിലുള്ള ഈ ഗ്യാപ്പ്, ഈ കാണിച്ചിരിക്കുന്ന ഗ്യാപ്പില്ലേ, ഇതൊരു സെഡ് ലൈനാണ്, ഇതൊരു സെഡ് ലൈനാണ്. ഈ രണ്ട് സെഡ് ലൈൻസ് തമ്മിലുള്ള ആ പോർഷനെയാണ് ദ പോർഷൻ ഓഫ് ദ മയോഫൈബ്രിൽ. ഓക്കെ, ആ മസിലിൻ്റെ ആ ഫൈബ്രിലിൻ്റെ സെഡ് ലൈൻ, രണ്ട് സെഡ് ലൈനുകളുടെ ഇടയ്ക്കുള്ള മയോഫൈബ്രിലിൻ്റെ ആ റീജിയനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. സാർക്കോമിയർ ആണ് ഒരു മസിലിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സാർക്കോമിയർ ആണ്. സാർക്കോമിയറിൽ എന്ത് സംഭവിക്കുന്നു അതാണ് നമ്മൾ മസിലിൽ സംഭവിക്കുന്നതായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പറഞ്ഞത്. അതായത് അതിലെ ഫങ്ഷണൽ യൂണിറ്റ്. ഓക്കെ, ഈ പറഞ്ഞ സാർക്കോമിയറിലെ പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് മയോഫൈബ്രിൽസിൽ കാണുന്ന ഇതിനെ ഒരു മസിൽ ഫൈബറിൻ്റെ നമ്മൾ സെക്ഷൻ എടുത്ത് അതിനെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ മയോഫിലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണാം. കുറേ മയോഫിലമെൻറ്റ്സ് ചേർന്നുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ പറഞ്ഞ മസിൽ എന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് കാണുന്ന ഫിലമെൻറ്റുകൾ, രണ്ട് മെയിൻ ഫിലമെൻറ്റ്സ് ആണ്, മയോഫിലമെൻറ്റ്സ് ആണ് മസിൽ ഫൈബറിൽ കാണുന്നത്. ഒന്ന് ഈ കണ്ടോ, ആക്റ്റിൻ എഴുതിയേക്കുന്ന തിൻ ഫിലമെൻറ്റും, പിന്നെ ഈ ഡാർക്കായിട്ട് കാണിച്ചേക്കുന്ന മയോസിൻ എന്ന് എഴുതിയേക്കുന്ന
തിക്ക് ഫിലമെൻറ്റും. തിൻ ഫിലമെൻറ്റും തിക്ക് ഫിലമെൻറ്റുമാണ് പ്രധാനമായിട്ടും ഒരു മസിലിൽ കാണുന്ന, മസിൽ ഫൈബറിൽ മയോ ഫൈബറിൽ കാണുന്ന ഫിലമെൻറ്റ്സ് എന്ന് പറയുന്നത്. മയോ ഫിലമെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആക്റ്റിനും മയോസിനും, തിൻ ഫിലമെൻറ്റും തിക്ക് ഫിലമെൻറ്റും എന്നാണ് അതിനെ സാധാരണ രീതിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എ ബാൻഡ് ഉണ്ട്, ഐ ബാൻഡ് ഉണ്ട്. ഐ ബാൻഡിന് നടുവിലൊരു സെഡ് ലൈൻ ഉണ്ട്. ആ രണ്ട് സെഡ് ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആ റീജിയനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് പറയുന്നത്. സാർക്കോമിയറിലാണ് നമ്മൾ ഈ പറഞ്ഞ മെക്കാനിസം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇനി മയോ ഫിലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം 2 മയോ ഫിലമെൻസിൻ്റെ പേര് നമ്മൾ പഠിച്ചില്ലേ? മയോസിനും ആക്റ്റിനും പഠിച്ചു അല്ലേ? അപ്പം മയോസിനും ആക്റ്റിനും അല്ലാണ്ട് വേറെയുണ്ട് ഫിലമെൻറ്റ്സ്. ഓരോന്നിൻ്റെ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഈ മയോ ഫിലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽ സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന കോൺട്രാക്റ്റൈൽ ഫൈബ്രസ് പ്രോട്ടീൻസിനെയാണ് മയോ ഫിലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, തിക്ക് മയോ ഫിലമെൻറ്റ്സ് പ്രധാനമായിട്ടും തിക്ക് മയോ ഫിലമെൻ്റ് എന്ന് പറയുന്നത് മയോസിനെയാണ്. പക്ഷെ മയോസിൻ മാത്രമല്ല, സി പ്രോട്ടീനും എം പ്രോട്ടീനും ഇതിൻ്റെ കൂട്ടത്തിൽ പെടുന്നുണ്ട്. മയോസിൻ്റെ കൂട്ടത്തിൽ, തിക്ക് മയോ ഫിലമെൻ്റ് കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രധാനമായിട്ടുള്ള തിക്ക് മയോ ഫിലമെൻ്റ് മയോസിനാണ്. പിന്നെ സി പ്രോട്ടീനും എം പ്രോട്ടീനും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അടുത്തത് തിൻ മയോ ഫിലമെൻ്റ് ആണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ആക്റ്റിൻ ആണ്. ആക്റ്റിൻ കൂടാണ്ട് തിൻ മയോ ഫിലമെൻറ്റിൽ വരുന്നത് ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ, ആൽഫ ആക്ടിനിൻ ആൻഡ് ബീറ്റ ആക്ടിനിൻ. ഓക്കെ, ഇത്രയും ചേർന്നതാണ് തിൻ മയോ ഫിലമെൻറ്റ്. ഓരോന്നിൻ്റെയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മയോസിൻ ആണ് പ്രധാനമായിട്ടുമുള്ള തിക്ക് മയോ ഫിലമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഏകദേശം 50-55% അടങ്ങുന്നു. നമ്മുടെ സ്കെൽറ്റൽ മസിലിൻ്റെ 50-55% പോർഷൻ മയോസിൻ ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 6 പോളിപെപ്റ്റൈഡ് ചെയിൻ ചേർന്ന് ഉണ്ടാക്കിയേക്കുന്നതാണ്. അതിൽ 2 ചെയിൻ ഹെവി ചെയിനും 4 ലൈറ്റ് ചെയിനും ചേർന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഓക്കെ, ഡബിൾ ഹെലിക്സ്, നമ്മുടെ DNA പോലെ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് മയോസിന് ഉള്ളത്. ഓക്കെ, ആൻഡ് വൺ എൻഡ് ഓഫ് ദ മയോഫിലമെൻറ്റ്. ഓക്കെ, മയോഫിലമെൻറ്റിൻ്റെ ഒരു എൻഡത്തെ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം. ഇത് ഓരോന്ന് മയോസിനാണ് കാണിച്ചേക്കുന്നത്. എന്തുപോലെ ഇരിക്കുന്ന ഒരു റോഡ് ഷേപ്പും ഉണ്ട്, അതിൻ്റെ ഒരറ്റത്ത് ഒരു ഹെഡും ഉണ്ട് അല്ലേ? ഒരു ടെയിലും ഉണ്ട്, ഒരു ഹെഡും ഉണ്ട്. അപ്പോൾ ഒരു മയോസിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ടെയിൽ റീജിയൻ, ഇലോങ്ങേറ്റഡ് റീജിയനെ ടെയിൽ റീജിയൻ എന്നും വിളിക്കുന്നു. മറ്റേ ഭാഗത്തിനെ ഫോൾഡഡ് ആയിട്ടിരിക്കുന്ന ഗ്ലോബുലാർ പാർട്ടിനെ മയോസിൻ ഹെഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ മയോസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞാൽ എന്താ? 6 പോളിപെപ്റ്റൈഡ് ചെയിൻ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന അതിൽ 2 ഹെവി ചെയിനും 4 ലൈറ്റ് ചെയിനും ആണെന്ന് പറഞ്ഞു അല്ലേ? ഈ 4 ലൈറ്റ് ചെയിൻസ് ആണ് മയോസിൻ ഹെഡ് ഫോർമേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ലൈറ്റ് ചെയിൻസ് ആണ് മയോസിൻ ഹെഡ് ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ലൈറ്റ് ചെയിൻസ് ആർ ദ വൺസ് ദറ്റ് കൺട്രോൾ. ഈ മയോസിൻ്റെ ഹെഡാണ് കോൺട്രാക്ഷൻ, മസിൽ കോൺട്രാക്ഷനിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ആവുന്ന ഒരു ഭാഗം മയോസിൻ്റെ ഹെഡാണ്. ഓക്കെ, അപ്പോൾ ഹെഡ് ഉണ്ടാക്കിയേക്കുന്ന ലൈറ്റ് ചെയിൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഹെഡിൻ്റെ കൺട്രോളിലിരിക്കുന്ന ആരില്ല? ലൈറ്റ് ചെയിൻ ചേർന്ന് ഉണ്ടാക്കുന്നത് കാരണം ലൈറ്റ് ചെയിനാണ് മസിൽ കോൺട്രാക്ഷനിൽ പ്രധാനമായിട്ടും പങ്കാളിത്തം വഹിക്കുന്നത്. മയോസിൻ്റെ
ലൈറ്റ് ചെയിൻസ് ആണ് കോൺട്രാക്ഷനിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇനി മയോസിനെ നമുക്ക് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും, ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് പ്രോട്ടിയോലൈറ്റിക് പ്രോട്ടീനാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് വെച്ചിട്ട് അതിനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും ഇൻറ്റു ഹെവി മെറോമൈസിൻ. ഹെഡ് ഉണ്ടാക്കിയേക്കുന്ന ഹെവി മെറോമൈസിൻ ആയിട്ടും ടെയിൽ ഉണ്ടാക്കിയേക്കുന്ന ലൈറ്റ് മെറോമൈസിനായിട്ടും രണ്ട് പാർട്സ് ആയിട്ട് ഇതിനെ നമുക്ക് ഫ്രാഗ്മെൻറ്റ് ചെയ്ത് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസിൻ്റെ സഹായത്തോടെ നമുക്കിതിനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കിക്കേ. മയോസിൻ മോളിക്യൂൾസിനെ ടെയിൽ ടു ടെയിൽ മാനറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഹെഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കത്തക്ക വിധത്തിൽ നോക്കിക്കേ. ഇതിൻ്റെ നടുവിലൊന്ന് നോക്കിക്കേ, രണ്ട് ടെയിലും അടുത്തടുത്തല്ല ഇരിക്കുന്നത്, ഉണ്ടോ? ഇതിൻ്റെ മിഡ് വേ നോക്കുമ്പോഴത്തേക്കും നടുവിലൊരു പോർഷൻ, നമ്മൾ ഇതൊരു മിഡ് ലൈനാണെന്ന് നോക്കുക, ആ മിഡ് ലൈൻ്റെ അപ്പുറം ഇപ്പുറം ആയിട്ടാണ് ടെയിലിരിക്കുന്നത്. അപ്പോൾ ടെയിലുകൾ രണ്ടും ചേർന്നായിരിക്കുന്നത്. അതിനെ ഒപ്പോസ് ചെയ്താണ് ഹെഡ് ഇരിക്കുന്നത്. ഓക്കെ, ആ മിഡ് വേയുടെ അപ്പുറത്തേക്ക് എല്ലാം ഒരു ഡയറക്ഷനിലാണ് ഇരിക്കുന്നതെങ്കിലും ഒരു നടുക്കൊരു വര വരച്ച ആ വരയുടെ തൊട്ടപ്പുറം ഇപ്പുറയുള്ള മയോസിൻ മോളിക്യൂൾസ് നോക്കിയാൽ അത് ടെയിൽ ടു ടെയിൽ ആണ് ഇരിക്കുന്നത്. ഹെഡ് രണ്ടും അതിനെ ഒപ്പോസ് ചെയ്ത് ഡയറക്ഷനിലാണ് കാണുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ കുറച്ചെണ്ണം മുകളിലിട്ടാണ് ഹെഡ് ഇരിക്കുന്നത്, വേറെ കുറച്ചെണ്ണത്തിൻ്റെ താഴത്തേക്കാണ് ഹെഡ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ഹെഡാണ് പോയി കോൺട്രാക്ഷനിൽ ഇൻവോൾവ് ആവുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ അതാണ് മയോസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി തിക് മയോഫിലമെൻറ്റിൻ്റെ വേറൊരു ഭാഗമായ സി പ്രോട്ടീൻ, അതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തിയിട്ടില്ല. വിൽ ഡിസ്കസ് ദാറ്റ്. സി പ്രോട്ടീൻ കാണുന്നത് എ ബാൻഡിലാണ്. സി പ്രോട്ടീൻ കാണുന്ന എ ബാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? എ ബാൻഡാണ്. എ ബാൻഡ് എന്ന് പറയുന്നത് ഡാർക്ക് ബാൻഡിനെയാണ് എ ബാൻഡ് എന്ന് വിളിക്കുന്നത്. അവിടെയാണ് സി പ്രോട്ടീൻ കാണുന്നത്. അതിൻ്റെ പണി എന്താണ്? സി പ്രോട്ടീൻ്റെ മയോസിൻ ടെയിലുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി നിർത്തുന്നത്, ഈ പറഞ്ഞ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നത്, കെട്ടി നിർത്തുന്നത് ഈ സി പ്രോട്ടീൻ കാരണമാണ്. ഓക്കെ, എ ബാൻഡിൽ നിറയെ മയോസിൻ ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിച്ചു നിർത്തുന്നത് സി പ്രോട്ടീനാണ്. അടുത്ത ഒരു തിക് മയോഫിലമെൻ്റ് എന്ന് പറയുന്നത് എം പ്രോട്ടീനാണ്. അതിനെ സ്വാഭാവികമായിട്ടും എം ലൈനിൽ, എച്ച് ബാൻഡിൻ്റെ എം ലൈനിൽ ആണ് അത് കാണപ്പെടുന്നത്. തിക് മയോഫിലമെൻസിനെ തമ്മിൽ യോജിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. തിക് മയോഫിലമെൻസ് 3 ഉണ്ട് നമ്മൾ പറഞ്ഞു, മയോസിൻ, സി പ്രോട്ടീൻ ആൻഡ് എം പ്രോട്ടീൻ. ഇതിനെല്ലാം തമ്മിൽ യോജിക്കാൻ ഇത് സഹായിക്കുന്നു. ഓക്കെ, now we are moving on to the thin myofilament. തിക്ക് കഴിഞ്ഞു, ഇനി തിന്നിലേക്ക് കയറുകയാണ്. തിൻ മയോഫിലമെൻറ്റിൽ പ്രധാനമായിട്ടുള്ളത് ആക്റ്റിൻ ആണ്. ആക്റ്റിൻ ഒരു 20 to 25% ഓഫ് ദ സ്കെലറ്റൽ മസിൽ കംപ്രൈസ് ചെയ്യുന്നത് ആക്റ്റിൻ ആണ്. 2 തരം ആക്റ്റിൻ ഉണ്ട്. ജി ആക്റ്റിനുമുണ്ട്, എഫ് ആക്റ്റിനുമുണ്ട്. ജി ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബുലാർ ഫോം ഓഫ് ആക്റ്റിനും മറ്റത് എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത് ഫൈബ്രസ് ഫോം ഓഫ് ആക്റ്റിനുമാണ് ഈ പറയുന്നത്. ഗ്ലോബുലാർ ആക്റ്റിൻ പോളിമറൈസ് ചെയ്താണ് എഫ് ആക്റ്റിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്ലോബ്യൂൾസ് ആയിട്ട് കാണുന്ന ആക്റ്റിൻ അത് പ്രോപ്പർ അയണിക് സ്ട്രെങ്ത് വരുമ്പോഴത്തേക്കും, പർട്ടിക്കുലർ pH എത്തുമ്പോഴത്തേക്കും അതിൻ്റെ പോളിമറൈസേഷൻ ട്രിഗേർഡ് ആകുന്നു. അങ്ങനെ ലോങ് ചെയിൻസ് ഓഫ് ആക്റ്റിനായി അത് മാറുന്നു. ഇവിടെ ആസ് യു ക്യാൻ സീ, കണ്ടോ, ആക്റ്റിൻ ഓരോ മുത്ത് പോലെ കുറേ കാണിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഈ ഹെലിക്സ് പോലെ ഫോം ചെയ്തേക്കുന്നത്
അതിൽ ഓരോ സർക്കിൾസും ഡിനോട്ട് ജി ആക്റ്റിൻ. ഈ ജി ആക്റ്റിൻ പല ജി ആക്റ്റിനുകൾ പോളിമറൈസ് ചെയ്താണ് എഫ് ആക്റ്റിൻ എന്നിപ്പോൾ കാണുന്ന എഫ് ആക്റ്റിനായി മാറിയേക്കുന്നത്. ഇത് ഒരു ഡബിൾ ഹെലിക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഈ ജി ആക്റ്റിൻ ഓരോ ആക്റ്റിൻ സർക്കിൾസ്, ആ സർക്കിൾസ് ഓരോന്നും കാണിക്കുന്നത് ജി ആക്റ്റിനെയാണെന്ന് പറഞ്ഞു. ഈ ജി ആക്റ്റിനിൽ എന്തൊക്കെയുണ്ട്? കാൽഷ്യം ബൈൻഡ് ചെയ്യാനുള്ളൊരു സൈറ്റുമുണ്ട്, പിന്നെ ATP ബൈൻഡിങ് സൈറ്റുമുണ്ട്. ഓക്കെ, ഓരോ ജി ആക്റ്റിനിലും കാൽഷ്യം ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റുമുണ്ട്, ATP ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും കാണുന്നുണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? ആക്റ്റിൻ ബൈൻഡ് ചെയ്യാനുള്ള കാൽഷ്യം ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റുമുണ്ട്, ATP ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും ഓരോ ജി ആക്റ്റിനിലും കാണുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ആക്റ്റിൻ. നെക്സ്റ്റ് തിൻ മയോഫിലമെൻറ്റ് ഈസ് ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ അത് ഏകദേശം 10% മസിൽ പ്രോട്ടീൻ ട്രോപ്പോമയോസിനാണ് ഫോം ചെയ്യുന്നത്. 10%-ഓളമാണ് അതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇത് എഫ് ആക്റ്റിനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ലൂസ്ലി കണക്ട് ചെയ്താണ് ഇതിനെ കാണുന്നത്. എഫ് ആക്റ്റിൻ്റെ ട്രോപ്പോമയോസിനാണ് നമ്മൾ പറഞ്ഞത്. ആ പടം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത് എന്താ? ഈ ഡബിൾ ഹെലിക്സ് വലിയ മുത്ത് ട്വൈൻ ചെയ്ത് കിടക്കുന്നതാണ് എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത്. അതിൻ്റെ മേളിക്കടെ ഈ വെള്ള വള്ളി പോലത്തെ സാധനം അതിൻ്റെ മേളിക്കടെ പോകണം കേട്ടോ, അതാണ് ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ എഫ് ആക്റ്റിനുമായിട്ട് അസോസിയേറ്റഡ് ആണ്, ബട്ട് ഒരു ലൂസ് കണക്ഷനാണ് കാണുന്നത്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ അറ്റ് റെസ്റ്റ്, കോൺട്രാക്ഷൻ ഒന്നും നടത്തുന്നില്ല, റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഈ ട്രോപ്പോമയോസിൻ ആക്റ്റിന് ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഈ ബൈൻഡിങ് സൈറ്റ്സ് കണ്ടോ? അത് ഓരോന്നിൻ്റെ ഒരു കറുത്ത ഡോട്ട് കണ്ടോ? ഈ ജി ആക്റ്റിൻ ഓരോ സർക്കിൾ എന്ന് പറയുന്നത് ജി ആക്റ്റിനാന്ന് പറഞ്ഞു. ജി ആക്റ്റിനുകൾ ചേർന്നുണ്ടാക്കിയേക്കുന്ന ആ ത്രെഡിനെയാണ് എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത്. ഈ ജി ആക്റ്റിൻ്റെ ബൈൻഡിങ് സൈറ്റാണ് ഈ കറുത്ത സ്പോട്ട്. ഈ സ്പോട്ട് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ട്രോപ്പോമയോസിൻ ഈ ബൈൻഡിങ് സ്പോട്ട്സിനെ എല്ലാം കവർ ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, ബൈൻഡിങ് സ്പോട്ട്സിനെ ട്രോപ്പോമയോസിൻ കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആക്റ്റിനും മയോസിനും തമ്മിൽ അട്രാക്റ്റ് ചെയ്യാനും ബൈൻഡ് ചെയ്യാനൊന്നും ഒരു രക്ഷയുമില്ല. ആ സ്പോട്ടിലാണ്, ആ ബൈൻഡിങ് സ്പോട്ടിലാണ് പോയി മയോസിൻ്റെ ഹെഡ് പോയി അറ്റാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ട്രോപ്പോമയോസിൻ പക്ഷേ ആ ബൈൻഡിങ് സൈറ്റിനെ മറച്ചു വെച്ചേക്കുന്നത് കാരണം, ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് കാരണം ആക്റ്റിന് അതിൻ്റെ സ്പോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. സ്പോട്ട് കാണിച്ചു കൊടുത്താൽ മാത്രമേ മയോസിൻ്റെ ഹെഡിന് വന്ന് ആ പറഞ്ഞ ബ്ലാക്ക് സ്പോട്ട്സിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഓരോ ട്രോപ്പോമയോസിനും 7 ഇത്തരത്തിലുള്ള ആക്റ്റീവ് സൈറ്റ്സിനെ കവർ ചെയ്യും. 7 ആക്റ്റീവ് സൈറ്റ്സ് ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7. ഓരോ ട്രോപ്പോമയോസിനും 7 ആക്റ്റീവ് സൈറ്റ്സിനെ കവർ ചെയ്യും. ഇവിടെ അങ്ങനെ തന്നെ 7 ആക്റ്റീവ് സൈറ്റ്സിനെ കവർ ചെയ്യും. ഈ പൊസിഷനിൽ നിന്ന് ട്രോപ്പോമയോസിൻ നീങ്ങിയാൽ മാത്രമേ ഈ ബ്ലാക്ക് സ്പോട്ട്സ് എക്സ്പോസ്ഡ് ആവത്തുള്ളൂ. അത് എക്സ്പോസ്ഡ് ആയാൽ മാത്രമേ നമ്മുടെ മയോസിൻ്റെ ഹെഡിന് അവിടെ വന്ന് ഫിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് മയോ ഫിലമെൻ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് തിൻ മയോ ഫിലമെൻ്റ് ഇസ് ട്രോപ്പോണിൻ. ട്രോപ്പോണിനെ കാണുന്നത് ട്രോപ്പോമയോസിൻ മോളിക്യൂളിൻ്റെ ഒരറ്റത്തായിട്ടാണ് ഇതിനെ കാണുന്നത്. അതവിടെ കാണിച്ചിട്ടുണ്ട്. ട്രോപ്പോമയോസിൻ്റെ ഒരറ്റത്തായിട്ട് കാണുന്ന മോളിക്യൂളാണ് ട്രോപ്പോണിൻ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ച്വലി comprises of a complex of 3 bound subunit proteins.
ഓക്കെ, 3 പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ചേർന്നതാണ് ട്രോപ്പോണിൻ എന്ന് പറയുന്നത്. ഓരോന്നിനും അതിൻ്റേതായ റോള് കോൺട്രാക്ഷനിലും ഉണ്ട്. ഫസ്റ്റ് സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ട്രോപ്പോണിൻ 1 ആണ്. അത് ആക്റ്റിനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ട്രോപ്പോണിൻ 1 ആക്റ്റിനുമായിട്ട് അഫിനിറ്റി ഉള്ള സബ് യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ട്രോപ്പോണിൻ T, ട്രോപ്പോമയോസിനുമായിട്ട് അഫിനിറ്റി ഉള്ള സബ് യൂണിറ്റ്. തേർഡ് വൺ ഇസ് ട്രോപ്പോണിൻ C, കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്യണ സബ് യൂണിറ്റ്. ഇപ്പം 3 സബ് യൂണിറ്റ്സ് ആണുള്ളത്, ട്രോപ്പോണിൻ I, T ആൻഡ് C. അപ്പോൾ ആദ്യത്തത് I ആക്റ്റിനായിട്ട് ബൈൻഡ് ചെയ്യുന്നു, T ട്രോപ്പോമയോസിനായിട്ട് ബൈൻഡ് ചെയ്യണു, ആൻഡ് C കാൽഷ്യം അയൻസായിട്ട് ബൈൻഡ് ചെയ്യണം. ഈ ട്രോപ്പോണിന് കാൽഷ്യമായിട്ട് ഉള്ള അഫിനിറ്റി ആണ് കോൺട്രാക്ഷൻ പ്രോസസ്സിനെ ട്രിഗർ ചെയ്യണത്, ഇനീഷ്യേറ്റ് ചെയ്യണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ട്രോപ്പോണിന് കാൽഷ്യമായിട്ടൊരു അഫിനിറ്റി ഉണ്ടല്ലോ, അട്രാക്ഷൻ ഉണ്ടല്ലോ, ആ അട്രാക്ഷനാണ് കോൺട്രാക്ഷൻ, മസിൽ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സിനെ ട്രിഗർ ചെയ്യുന്ന, ഇനിഷ്യേറ്റ് ചെയ്യണത് എന്നാണ് നമുക്ക് മനസ്സിലായേക്കുന്നത്. ഇനിയുള്ള 2 മയോഫിലമെൻറ്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്, ആൽഫ ആക്ടിനിൻ ആൻഡ് ബീറ്റ ആക്ടിനിൻ. ആൽഫ ആക്ടിനിൻ ഒരു റോഡ് ഷേപ്പ് മോളിക്യൂളാണ്, Z ലൈനിൽ കാണുന്ന ഒരു റോഡ് ഷേപ്പ് മോളിക്യൂളാണ് ആൽഫ ആക്ടിനിൻ എന്ന് പറയുന്നത്. തിൻ ഫിലമെൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ബീറ്റ ആക്ടിൻ അതേസമയം തിൻ ഫിലമെൻസിൻ്റെ ഫ്രീ എൻഡിൽ, തിൻ ഫിലമെൻസിൻ്റെ ബൈൻഡ് ചെയ്യാത്ത ഫ്രീ എൻഡ്സിൽ ആണ് ബീറ്റ ആക്ടിനെ കാണുന്നത്. ഇതിൻ്റെ പണി എന്ന് പറയുന്നത് ആക്റ്റിൻ പോളിമറൈസേഷൻ ടെർമിനേറ്റ് ചെയ്യൽ ആണ് ഇതിൻ്റെ പണി. ആക്റ്റിൻ ഗ്ലോബ്യൂൾ ഫോമിൽ കാണുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ പോളിമറൈസ്ഡ് ചെയിൻ ഫോമിലും കാണുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഗ്ലോബുലാർ ഫോമിൽ കാണുന്നതിനാണ് G ആക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്റ്റിമം pH എത്തുമ്പോഴാണത്, കറക്റ്റ് pH അയണിക് കണ്ടീഷൻസ് വരുമ്പോഴാണത് ചെയിനായിട്ട് എഫാക്റ്റിനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ എഫാക്റ്റിൻ ഫോർമേഷനെ നിർത്തലാണ് B ആക്റ്റിനിൻ്റെ പണി. ഓക്കെ, ഇപ്പോൾ ഫ്രീ എൻഡിലാണ് ഇതിനെ കാണുന്നത്. നൗ വി മൂവ് ഓൺ ടു ദ mechanism of muscle contraction. Onto the mechanism of muscle contraction. How does it occur? Muscle contraction ആയിട്ട് ബന്ധപ്പെട്ട ഒരു മേജർ തിയറി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, മസിൽ കോൺട്രാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട പഠിക്കാനുള്ള ഒരു മേജർ തിയറി. Fine, that we will look in the next video.